ഇത് കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഒരു 3-4 കപ്പളം നിൽപ്പുണ്ടേ. അതിൽ ഈ ഒരെണ്ണം മാത്രം ആൺകപ്പളാണ് കേട്ടോ. അത് മിക്കവർക്കും തന്നെ അറിയാമെന്ന് തോന്നുന്നു. ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ കുറേ ഇങ്ങനെ നീണ്ട് തണ്ടുകൾ വന്നിട്ട് അതിൽ കുറേ മുട്ടുകളുണ്ടാകും, അത് വിരിഞ്ഞ് പൂവാകും, പിന്നെ അങ്ങ് കൊഴിഞ്ഞു പോകും, കായ ഉണ്ടാകില്ല എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, കായ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. ചിലതിലൊക്കെ അങ്ങനെ കായ പിടിക്കും കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ ട്രീയേന്ന് അലങ്കരിക്കാൻ വെച്ച സാധനങ്ങളൊക്കെ മാറ്റി കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു സങ്കടം വന്നു, കഴിഞ്ഞു പോകണ്ടായിരുന്നു എന്നൊരിത്. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം നമുക്ക് പാക്ക് ചെയ്ത് വെക്കണം, കാരണം അടുത്ത വർഷം നമുക്ക് വീണ്ടും ഉപയോഗിക്കണമല്ലോ, നമ്മൾ പിന്നെയും വാങ്ങണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയ്യോടെ എടുത്ത് വെക്കുക. കാരണം എന്താ, പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ, ശനിയാഴ്ച വൈകിട്ട്. അപ്പം ഇതെല്ലാം നനഞ്ഞ് കഴിഞ്ഞാൽ പോകുമല്ലോ. അപ്പോൾ ഇനി മഴ പെയ്യുമല്ലോ എന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ ഇത്രയും ദിവസമായല്ലോ, അതുകൊണ്ട് വിച്ചുടനെ ഞാനോട് അതെല്ലാം അഴിച്ചു മാറ്റുവാണേ. ഞായറാഴ്ചയാണ് നമ്മളിതെല്ലാം അഴിച്ചു മാറ്റിയത്. ഇനി തിങ്കളാഴ്ച തൊട്ട് വീണ്ടും സ്കൂളിലേക്ക് പോകണം. പിള്ളേർക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്, കാരണം 10 ദിവസത്തിൽ കൂടുതലുണ്ടായിരുന്നല്ലോ അവധിയൊക്കെ. അപ്പം അതിൻ്റെ ചെറിയൊരു വിഷമമൊക്കെ ഇങ്ങനെ ഉണ്ട്. ചിരിയിലൂടെയാണ് ആ വിഷമം കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞി ഗാർഡനൊക്കെ വീണ്ടും ഇങ്ങനെ പുല്ലും കാടും ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ചെറിയ പുല്ലുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബോർഡർ ഗ്രാസ് ഇങ്ങനെ നിൽക്കുന്നതും പിന്നെ വിച്ചൂട്ടൻ്റെ ആ പ്ലാന്റ് നിൽക്കുന്നതും, ആ ഒരു ഏരിയ നല്ല തണലും എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ. ഞാൻ മിക്ക വീഡിയോസിൽ ഈ ഒരു ഭാഗം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ചെത്തിയാലൊക്കെ വീണ്ടും മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു മുട്ട് ഇത്രയായിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം കുഞ്ഞത് വരുന്നുണ്ട്. ഒരു ട്രിപ്പ് നമ്മൾ പൂവ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം കട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ അവിടുന്ന് പുതിയ ഇലകളും വന്നു. ഇപ്പോൾ 2 ഇതിൽ മുട്ടുകളായിട്ടുണ്ട്. ലക്കി ബാമ്പ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അതെന്താ വെച്ചിരിക്കുന്നത്, പെട്ടെന്നൊരു മുളയുടെ കമ്പ് പോലെയല്ലേ തോന്നുന്നത്. പക്ഷേ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നതെല്ലാം തന്നെ പോയെന്ന് വെച്ചാൽ പിള്ളേർ ബോളൊക്കെ ഇങ്ങനെ എറിഞ്ഞ് കളിക്കുമ്പോഴത്തേന് അതിൽ മുട്ടി അത് പെട്ടെന്ന് മറിഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ഭാഗത്ത് ഈ നിൽക്കുന്ന റെഡ് പ്ലാന്റ് ഇവിടെ നിന്ന് മാറ്റണമെന്ന് എനിക്ക് ചെറിയൊരാഗ്രഹം. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ ആ ലക്കി ബാമ്പ് വെച്ച് അവിടെ ഇതൊന്ന് പിടിപ്പിക്കാമെന്ന് വെച്ചു. അപ്പം കൂടുതലും പച്ചപ്പല്ല, അപ്പം അതിൻ്റെ ഇടയ്ക്കൊരു റെഡ് ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇവിടെ ഇരിക്കുന്നതൊക്കെ ഒന്നും പോയിട്ടില്ല കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് ലക്കി ബാമ്പു അങ്ങനെ തന്നെ നിൽപ്പുണ്ട് നന്നായിട്ട്. അവിടെ പിള്ളേർ കളിക്കുമ്പം അതിങ്ങനെ ബോൾ കൊണ്ട് മറിഞ്ഞ് പോകുന്ന. പിന്നെ നമ്മൾ ഈ അരളിയ വെച്ചത് ചിലതൊക്കെ പോയി കേട്ടോ. കുറച്ചൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്, കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഇനി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യണം. പിന്നെ നമ്മുടെ ട്രോപ്പിക്കൽ ഗാർഡൻ ഏരിയ നന്നായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഈ കലേഡിയത്തിൽ പുതിയ ഇലയൊക്കെ വന്നു, അത് വലുതായിട്ടുണ്ട്. ഈ ഒരു കലേഡിയത്തിൽ ഒരില പോയിട്ടോ, അത് നശിച്ചു പോയി. പിന്നെ ഒരു കുഞ്ഞത് വേറെ വന്നിട്ടുണ്ട് 2 എണ്ണം. ഇവിടെയും ബോർഡർ ഗ്രാസ് ഒക്കെ നന്നായിട്ട് നിൽക്കുന്നു. പിന്നെ ഇതാണ് ഭയങ്കര സന്തോഷം, നമ്മൾ കട്ട് ചെയ്ത് വിട്ട് നമ്മുടെ ബൊഗൈൻവില്ലയിൽ നിറച്ചു ഇലകളായിട്ടോ. 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇലകളൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഇത്രയും ഇലകളുണ്ട് കേട്ടോ. 1 മാസമൊക്കെ ആയില്ലേ. അപ്പോൾ നിറച്ച് ഇലയുണ്ട്. ആ മുറിച്ച കമ്പൊക്കെ ഞാൻ ആ ചട്ടിയിലേക്ക് തന്നെ കൊത്തിവെച്ചു. അതിലും ഒക്കെ നന്നായിട്ട് ഇലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ടൊറേനിയും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലും കുഞ്ഞി ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സമാധാനമായി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.